ഹരേ കൃഷ്ണ. നമ്മളുടെ നാരായണീയ പഠനത്തിൽ അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും എന്നുള്ള 4-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. താരം പ്ലസ് അന്തഃ പ്ലസ് അനുചിന്യ സന്തതം പ്രാണവായും പ്ലസ് അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാത് പ്ലസ് അധ പ്ലസ് അപഹൃത്യ പ്ലസ് അസ്മഹേ ഭവതുപാസനോന്മുഖാഃ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം. പ്രാണവായും പ്രാണവായും ഭവതുപാസനോന്മുഖാഃ ഭവത് ഉപാസന ഉന്മുഖാഃ. പദച്ഛേദവും കഴിഞ്ഞു. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. വയം അന്തഃ താരം സന്തതം അനുചിന്യ. താരകമന്ത്രത്തെ എപ്പോഴും ഇടമുറിയാതെ ധ്യാനിച്ചിട്ട്, താരകമന്ത്രം എന്ന് പറഞ്ഞാൽ ഓങ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. താരമന്ത്രം എന്നും താരകമന്ത്രം എന്നും പറയുന്നു. പ്രാണവായു അഭിയമ്യ നിർമ്മലാഹ പ്രാണവായു അഭിയമ്യ നിർമ്മലാഹ. പ്രാണവായുവിനെ നല്ലവണ്ണം നിയന്ത്രിച്ചിട്ട് ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് നിർമ്മലാഹ നിർമ്മലന്മാരായി തീർന്നിട്ട് അധ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ ഇന്ദ്രിയങ്ങളെ വിഷയാത് അപഹൃത്യ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് ഭവതുപാസനോന്മുഖാഃ അങ്ങയുടെ ഉപാസനയിൽ ഉന്മുഖരായി ആസ്മഹേ ഇരുന്നു കൊള്ളാം. അതായത് പ്രണവത്തെ ഉള്ളിൽ എല്ലായ്പ്പോഴും അനുചിന്തനം ചെയ്ത് പ്രാണവായുവിനെ നിയന്ത്രിച്ച് നിർമ്മലരായി തീർന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിച്ച് അങ്ങയുടെ ഉപാസനയിൽ ഉന്മുഖരായി ഇരുന്നു കൊള്ളാം. ഇവിടെ അഷ്ടാംഗയോഗത്തിൽപ്പെട്ട പ്രാണായാമവും പ്രത്യാഹാരവും ഈ ശ്ലോകത്തിൻ്റെ വിഷയമായിട്ട് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ശ്വാസ ഉച്ഛ്വാസം വേണം, അല്ലേ? നമ്മൾ 8 അംഗങ്ങളെക്കുറിച്ച് നേരത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ളതായ 2 അംഗങ്ങളാണ് ഇവിടെ പറയുന്നത്, പ്രാണായാമവും പ്രത്യാഹാരവും. ശ്വാസ ഉച്ഛ്വാസത്തിൻ്റെ ഒരു ക്രമമുണ്ട്. മെല്ലെ എടുത്ത് നമ്മൾ മെല്ലെ പുറത്തേക്ക് കളയുന്നു. അതിനൊരു താളമുണ്ട്, നിയമമുണ്ട്. മനസ്സിന് വികാരങ്ങൾ വരുമ്പോൾ നമ്മളുടെ ശ്വാസഗതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ദേഷ്യം വരുമ്പോഴും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും ഒക്കെ നമ്മുടെ ശ്വാസഗതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ അപ്പോഴും ശ്വാസഗതിയുടെ ക്രമത്തിൽ വ്യത്യാസം വരും. ചിലപ്പം ദ്രുതഗതിയിലാകും, ചിലപ്പം മന്ദഗതിയിലാവും. ഇപ്പം രോഗം കൊണ്ട് മാലസ്യം കൊണ്ടുമാണെങ്കിൽ അതിൻ്റെ ആവർത്തനക്രമം കുറയുകയും ചെയ്യും. ശ്വാസഗതിയുടെ വേഗത്തിനൊപ്പം ഹൃദയസ്പന്ദനവും രക്തയോട്ടത്തിനും വ്യത്യാസം വരുന്നുണ്ട്. ആ ഗതിയെ ബോധപൂർവമായ അഭ്യാസം കൊണ്ട് നിയന്ത്രിക്കലാണ് പ്രാണായാമം. അപ്പോൾ പ്രാണായാമം എന്താണ്? നമ്മളുടെ ശ്വാസ ഉച്ഛ്വാസത്തെ നമ്മൾ ബോധപൂർവമായി നിയന്ത്രിച്ച് എടുക്കുന്നതാണ് പ്രാണായാമം. ഈ പ്രാണായാമത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് പൂരകം, കുംഭകം, രേചകം. പൂരകം എന്ന് പറഞ്ഞാൽ സുഖമായിരുന്ന് നമ്മൾ വായു ഉള്ളിലേക്കെടുത്ത് ശ്വാസകോശം നിറയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നു. ആ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് കുംഭകം എന്ന് പറയുന്നത്. നമ്മൾ ആ ശ്വാസത്തെ പിടിച്ചു നിർത്തുന്നതിനെ കുംഭകം എന്ന് പറയുന്നു. അതിനുശേഷം എത്ര കണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നോ അത്രയും പിടിച്ച് വെച്ചതിന് ശേഷം രേചകം, ഉള്ളിലുള്ള വായു സാവധാനം പുറത്തേക്ക് വിടുന്നു.
ഇതിനെ നമുക്ക് അഭ്യാസം കൊണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ശ്വാസം എടുക്കുന്ന അത്രയും എടുത്ത് നിറയ്ക്കുന്ന സമയം, കുംഭകം നമ്മൾ പിടിച്ചു നിർത്തുന്ന സമയം, രേചകം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം, ഇതൊക്കെ നമുക്ക് അഭ്യാസം കൊണ്ട് നമുക്ക് അതിൻ്റെ സമയദൈർഘ്യം കൂട്ടാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രാണായാമങ്ങൾ കൊണ്ട് നാഡീവ്യൂഹങ്ങൾക്ക് ഉണർവുണ്ടാകുന്നു. രക്തത്തിൽ പ്രാണശക്തി കൂടുതലായി കലരുന്നു. കാലക്രമേണ കുണ്ടലിനി ശക്തി ഉണരാൻ തുടങ്ങും. ഇത് ക്രമേണ ഉയർന്ന് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഹേതുവാകും. ഇവിടെ ഓങ്കാരമന്ത്രത്തെയാണ് താരകമന്ത്രം എന്ന് പറയുന്നത്. ഓങ്കാരമന്ത്രം ആ ഊമ ഇവ മൂന്നും ചേരുമ്പോഴാണ് ഓം ആകുന്നത്. ഓം ജപിച്ച് പ്രാണായാമം അഭ്യസിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ ക്രമേണ കുണ്ടലിനി ശക്തി ഉണരുകയും കാലക്രമേണ അത് ഉണർന്ന് വരാൻ തുടങ്ങുകയും ചെയ്യും എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. പ്രാണായാമം കൊണ്ട് തന്നെ അന്ധഃകരണം പരിശുദ്ധമാവുകയും ശരീരം മുഴുവൻ രക്തയോട്ടം കൂടുകയും ധാരാളം ശുദ്ധമായ വായു, അതായത് ഓക്സിജൻ ശരീരം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഓജസ്സോടിരിക്കാൻ നമ്മളെ സഹായിക്കും. അതായത് ഈ പ്രാണായാമം സഹായിക്കും എന്നർത്ഥം. ഓങ്കാരം കൊണ്ട് പ്രാണായാമവും പ്രത്യാഹാരവും ഈ രണ്ട് അംഗങ്ങളെയും സമ്പാദിക്കുന്നതിനുള്ള മുഖ്യ മാർഗമായി ഇതിൽ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ.